വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് അഗെയിൻസ് ആണ് മക്കളെ. നമ്മളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ബൈ നൗ ദീദീസ് സ്പേസ് ലുക്ക് ലവ്ലി ബട്ട് ദീദി ഡിഡ് നോട്ട് കം. ദീദിയുടെ സ്പേസ് കുട്ടികൾ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു, പക്ഷെ ദീദി മാത്രം വന്നില്ല. ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് എന്ന് മനസ്സിലാവർ താഴെ കമന്റ് ബോക്സിൽ ചാപ്റ്ററിന്റെ പേരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. അടുത്ത ദിവസവും ദീദി വന്നില്ല. ദി ചിൽഡ്രൻ വെർ വറീഡ്. കുട്ടികൾ ഭയങ്കര സങ്കടത്തിലായല്ലേ. യെറ്റ് ദേ കണ്ടിന്യൂ ടു വെയിറ്റ്. പക്ഷേ എന്നിരുന്നാലും അവർ എന്ത് ചെയ്തു? അവർ കാത്തിരിക്കാൻ തുടങ്ങി, അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഷീ ഡിഡ്ന്റ് കം. എന്നിട്ടും ദീദി വന്നില്ല. നിന്നു വാസ് വെരി സാഡ്. നിന്നു ഭയങ്കര സങ്കടത്തിലായിരുന്നു. വാട്ട് വിൽ ബി ഹെർ തോട്ട്സ് അറ്റ് ദാറ്റ് ടൈം? നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ എന്താ? ആ സമയത്തുള്ള നിന്നുവിൻ്റെ തോട്ട്സ്, ചിന്തകൾ എന്തൊക്കെയാണ്? സോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് തോട്ട് റൈറ്റിംഗ് അല്ലേ. സോ ആ സമയത്തുള്ള നിന്നുവിൻ്റെ തോട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം? വി മെയ്ഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ ഫോർ ഹെർ അല്ലേ. ആ ഒരു സ്പേസ് ഞങ്ങൾ ദീദിക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ദ ചെയർ, ദ കാർപ്പറ്റ്, വി വോണ്ടഡ് ടു സർപ്രൈസ് ഹെർ. ചെയറും കാർപ്പറ്റും ഒക്കെ വെച്ചു. ഞങ്ങൾക്ക് ദീദിക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. വി തോട്ട് ഷീ വുഡ് സ്മൈൽ ഹെർ വോം സ്മൈൽ. ഞങ്ങൾ വിചാരിച്ച് ഇതൊക്കെ കാണുമ്പോൾ ദീദി നന്നായിട്ട് ചിരിക്കുന്നു. ബട്ട് ഷീ ഡിഡ്ന്റ് കം. പക്ഷെ ദീദി വന്നില്ല. ദ സൺ ഈസ് ഗോയിങ് ഡൗൺ അഗെയിൻ ആൻഡ് ഹെർ സീറ്റ് ഈസ് സ്റ്റിൽ എംപ്റ്റി. വീണ്ടും ഒരു ദിവസം കടന്നുപോയി, സൂര്യൻ അസ്തമിക്കുകയാണ്, എന്നിട്ടും ദീദി വന്നില്ല. വേർ ആർ യു ദീദി? ഡിഡ് വി ഡു സംതിങ് റോങ്? ദീദി എവിടെയാ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ദീദി വരാത്തത്? മേ ബി അവർ സ്പേസ് ഈസ് ഇൻ ലവ്ലി നൗ. ചിലപ്പോൾ ഞങ്ങളുടെ സ്പേസ് ദീദിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, അത് രസമില്ലായിരിക്കും. മേ ബി ദ സ്റ്റോറീസ് വി ആർ ലേണിംഗ് ആർ ടു സ്ലോ. ചിലപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. പ്ലീസ് കം ബാക്ക്. വിത്തൗട്ട് യു ദ ബുക്സ് ആർ ജസ്റ്റ് പേജസ് വിത്ത് പിക്ചേഴ്സ് അഗെയിൻ. അപ്പോൾ ആ കുട്ടികൾ ചിന്തിക്കുകയാണല്ലേ, എന്തുകൊണ്ടാണ് ദീദി വരാത്തത്? ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ, അതാണോ ഇതാണോ എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ് പ്ലീസ് കം ബാക്ക് അല്ലെ, തിരിച്ചു വരൂ. ദീദി ഇല്ലാണ്ട് ഈ പുസ്തകങ്ങൾ വെറും പുസ്തകങ്ങൾ മാത്രമാണ്, വെറും പിക്ചേഴ്സ് മാത്രമാണ്, അതിനൊരു ജീവൻ ഇല്ല എന്ന് പറയാണ്. ദ ലെറ്റേഴ്സ് ഡോണ്ട് മേക്ക് സെൻസ് വിത്തൗട്ട് യുവർ വോയിസ്. ദീദി വായിച്ചു തരാത്തത് കൊണ്ട് ആ ലെറ്റേഴ്സിന് ഒരു സെൻസും തോന്നുന്നില്ല. വി വിൽ വെയിറ്റ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വി വിൽ കീപ് വെയിറ്റിംഗ്. ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യാം. മേ ബി ടുമാറോ. ഷീ പ്രോമിസ് ഷീ വുഡ് കം ടുമാറോ. ഷീ ഹാസ് ടു. ചിലപ്പോൾ നാളെ വരായിരിക്കും അല്ലെ, എന്തായാലും ദീദി വന്നേ പറ്റുള്ളൂ. സോ ആ സമയത്തുള്ള ആ കുട്ടിയുടെ ചിന്തകൾ, തോട്ട്സ് ആണ് നമ്മളോട് ചോദിച്ചത്. സോ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഭിപ്രായങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ആനുവൽ എക്സാം കഴിഞ്ഞ് അടുത്തതായിട്ട് നിങ്ങൾ പോകാൻ പോണത് 5ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ മക്കളെ, നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കൂടുതൽ 5ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. കണ്ടൻ്റൊക്കെ കുറച്ചും കൂടെ വൈഡാണ്. സോ സ്റ്റാർട്ടിങ് മുതൽ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 5ാം ക്ലാസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. സോ പൃഥ്വി ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അവസരമാണ്. ബിക്കോസ് എഡ്യൂ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു 10% ഫീസ് അളവിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് XCF10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഫീസ് അളവിൽ ബേസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷം മുഴുവനുള്ള എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2214 ആണ് കേട്ടോ. സോ ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും അങ്ങനെ 2 ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മിസ് തരുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 9995400800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ആൻഡ് മിസ് പറയുന്നത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം. ബിക്കോസ് ഫീസ് ഇളവുണ്ട്. മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് ഗീവ് അവേ ആയിട്ട് നമ്മൾ സ്മാർട്ട് വാച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത വർഷം പൃഥ്വി ബാച്ചിൽ കാണാം. സോ മിസ് പറഞ്ഞ പോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.